നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വാർത്ത: വലിയൊരു ബോംബുമായാണ് രാഹുൽ ഗാന്ധി വന്നത്. ഇവിടെ മൊത്തം അട്ടിമറി നടന്നു. വ്യാജ വോട്ടുകളാണ് ഇവിടെ ചെയ്തത്. BJP നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് വോട്ടർ പട്ടികയിലെ അട്ടിമറി കാരണമാണ്. മൊത്തത്തിൽ എല്ലാം അട്ടിമറിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നത്. ഇത് വന്നതോടെ കോൺഗ്രസ്കാർക്കെല്ലാം ഒരു പുതുജീവനായിരുന്നു. ഇപ്പൊ എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണ്. ഭാവി പ്രധാനമന്ത്രി ഇനി അടുത്ത പ്രധാനമന്ത്രിയായി മാറുമോ എന്ന രീതിയിൽ ഒരു പ്രതീക്ഷ ഉണർന്നു എല്ലാവർക്കും. പക്ഷെ ഇപ്പൊ വീണ്ടും ഭാവി പ്രധാനമന്ത്രി തന്നെ ആയിപ്പോകും എന്ന ഒരു ആശങ്കയാണ് ഇപ്പൊ എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉള്ളത്. എന്താ, ഇതെല്ലാം പൊളിഞ്ഞില്ലേ ഇപ്പോ? അതായത് രാഹുൽ ഗാന്ധി ചില ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. വലിയ ആറ്റം ബോംബ്, അണുബോംബ് ഈ പറയുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷനെതിരെ ഉണ്ട് എന്നൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ കേട്ടപ്പോൾ ആളുകൾ എന്താണ് പുറത്തുവിടൂ എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി അവസാനം അത് പുറത്തുവിട്ടു. അത് പുറത്തുവിട്ടത് ഒരു കൃത്യമായ ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റിനെ പോലെ കൃത്യമായി ഡാറ്റ സഹിതം ഒരു നമ്മളെ സ്ക്രീനിങ് ചെയ്തുകൊണ്ട് അത് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പുറത്തുവിട്ടത്. ആ കാര്യങ്ങൾ പുറത്തുവിടുന്ന സമയത്ത് അതിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറേ അധികം സ്ഥലങ്ങളിൽ ഒരേ ആളുകളുടെ പേര് കുറെ അധികം വോട്ടർ പട്ടികയിൽ ഉള്ളതായിട്ട് കണ്ടു. അതുപോലെ തന്നെ മഹാദേവ്പുര എന്ന് പറയുന്ന കർണാടകയിലെ ഒരു സ്ഥലത്ത് 80 പേർ ഒരു റൂമിൽ 80 പേർ ഒറ്റ മുറിയിൽ വോട്ട് ചെയ്യാനുണ്ടായിരുന്നു എന്നടക്കമുള്ള ചില ഗുരുതരമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. ഈ ബാംഗ്ലൂരിലെ ഒരു ലോക്സഭാ മണ്ഡലമുണ്ട്. ആ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ നോർത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാംഗ്ലൂർ നോർത്തോ അല്ലെങ്കിൽ വെസ്റ്റോ ഏതോ ഒരു ലോക്സഭാ മണ്ഡലമാണ്. അവിടെ കൃത്യമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ ഉയർത്തിയിരുന്നു. ആ ഉയർത്തൽ ഒരു വലിയ കോളിളക്കം ഉണ്ടാക്കി. അത് മുതൽ നമുക്ക് ഒന്ന് എടുത്ത് പരിശോധിച്ച് പോകാമെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. അത് കൃത്യമായി മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് കോൺഗ്രസും പ്രതിപക്ഷ സഖ്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വലിയ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിയോട് കൃത്യമായി ചില കാര്യങ്ങൾ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ആവശ്യപ്പെട്ടതിനനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായി മറുപടി നൽകണം. ആദ്യം പറഞ്ഞു നിങ്ങൾ പരാതി നൽകൂ എന്ന് പറഞ്ഞു. പക്ഷെ കോടതിയെ സമീപിക്കാനും പറഞ്ഞു. പക്ഷെ കോടതിയെ ഞങ്ങൾക്ക് സമീപിക്കണ്ട, ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷനോട് മറുപടി പറയാനും താല്പര്യമില്ല. ഇപ്പൊ അവസാനം ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി നോട്ടീസ് കൊടുത്തിരിക്കുന്നു. നോട്ടീസിനും മറുപടിയില്ല. തെളിവുകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ തെളിവുകളില്ല. കുറെ മനുഷ്യന്മാരുടെ മുമ്പിൽ കുറെ അധികം കാര്യങ്ങളാണ് വെച്ച് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക തന്നെയാണ് എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനും തെളിവില്ല. ഒരാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൃത്യമായ കാര്യങ്ങളാണ് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക എന്ന് പറയുന്ന കാര്യം. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോ അതുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഈ കാര്യത്തെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. എല്ലാം പൊളിഞ്ഞു താഴെ പോയിട്ടും അവസാനവും ഒരു ഉളുപ്പുമില്ലാതെ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. എന്നിട്ട് പറയാണ് ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ എംപിമാരുമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഒന്ന് കാണണം. ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും എംപിമാരെ ഇവിടെ ഇരുത്താനുള്ള സ്ഥലമൊന്നുമില്ല, 30 ആളെ വേണമെങ്കിൽ ഞങ്ങൾ പ്രവേശിപ്പിക്കാം എന്ന് പറഞ്ഞു. അതൊരു മാന്യത. ഏതെങ്കിലും ഓഫീസ് ആണെങ്കിൽ 1-2 പേര് വരൂ എന്ന് പറയും. 30 ആളുകളെ വിളിക്കാന്ന് പറഞ്ഞെങ്കിലും മാന്യത. ഇത് എന്താ വിചാരിച്ചറിയോ? എല്ലാ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ എംപിമാരും കൂടി പോയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ചോദ്യം ചെയ്യാം. ഇതിന് മറുപടി പറയൂ, ഇതിന് മറുപടി പറയൂ, ഇതിന് മറുപടി പറയൂ. ഇവരാരാണ്? ഇത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ജനപ്രതിനിധികളാണ് എന്ന് പറയുമ്പോഴും ജനപ്രതിനിധികളുടെ മേലെയാണ് സുപ്രീം കോടതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നതാണ് സുപ്രീം കോടതി. ആ വഴിയിലേക്ക് പോകാതെ അവിടെ തെളിവ് കൊടുക്കണേ. ഈ പറയുന്ന പോലെ പ്രഹസനങ്ങൾ കാണിച്ചിട്ട് കാര്യമില്ല. ഇനി നമ്മൾ പറയുന്ന പോലെ കൃത്യമായി ഇതിലെ ആരോപണങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ബാംഗ്ലൂർ നോർത്തുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഈ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ 7 നിയമസഭാ മണ്ഡലങ്ങളിലും 6 കോൺഗ്രസിന്റെ ലീഡാണ്. 6 കോൺഗ്രസിന്റെ ലീഡ്. ഒരൊറ്റ നിയമസഭാ മണ്ഡലങ്ങളിൽ 1 ലക്ഷം വോട്ടിന്റെ ലീഡ് BJPക്ക്. അപ്പൊ 1 ലക്ഷത്തിനാണ് ഇവർ ആ ഒറ്റ 1 ലക്ഷം ലീഡ് BJPക്ക്. അപ്പൊ ഇവർ പറയുന്നത് 6 നിയമസഭാ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ഏകദേശം 80,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ അടുത്ത ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1 ലക്ഷം വോട്ടിന്റെ ലീഡ് BJPക്ക് കിട്ടുകയും 32,000 പരം വോട്ടിന് BJP വിജയിക്കുകയും ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത്. ആരായാലും കേട്ടാൽ ഞെട്ടില്ലേ? കാരണം 6 നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ലീഡ്, ബാക്കി വന്ന ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് 1 ലക്ഷം വോട്ടിന്റെ ലീഡ്. അപ്പം ഇത് അവിടെ ബാക്കി വന്ന 80,000 ഭൂരിപക്ഷത്തെയും അട്ടിമറിച്ചുകൊണ്ട് 30,000 വോട്ടിലേക്ക് ആരെത്തി? BJP എത്തിയെന്ന്. പക്ഷെ ഇത് പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞാൽ കല്ല് വെച്ച നുണയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു. അവിടെ നമുക്ക് തന്നെ വെബ്സൈറ്റിൽ കയറി പരിശോധിച്ചാൽ മനസ്സിലാകും അവിടെ അങ്ങനെ ഒരു കാര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത്. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPയും 3 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ പറയുന്ന കോൺഗ്രസുമാണ് ലീഡ് ചെയ്തത്.
4ാമത്തെ നിയമസഭാ മണ്ഡലത്തിലാണ് ആര് ലീഡ് ചെയ്തത്? ഈ പറഞ്ഞ അവിടെയും ബി ജെ പി ലീഡ് ചെയ്തു. അവിടെയും ബി ജെ പി ലീഡ് ചെയ്തതിനു ശേഷമാണ് അവിടെ ബി ജെ പി ജയിക്കുന്നത്. 2 മഹാദേവ്പുര എന്ന് പറയുന്ന മണ്ഡലം അപ്പർ ക്ലാസ് മണ്ഡലമാണ്. കാലങ്ങളായി ബി ജെ പി ജയിക്കുന്ന മണ്ഡലം. മനസ്സിലാക്കണം, കാലങ്ങളായിട്ട് ബി ജെ പി ജയിക്കുന്ന മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ബി ജെ പിക്ക് എത്ര വോട്ട് എന്നറിയോ? അവിടെ ഇത്ര ഭൂരിപക്ഷം എന്നറിയോ? 74,000. 74,000 ഭൂരിപക്ഷമുള്ളിടത്ത് ഇപ്രാവശ്യം ബി ജെ പിക്ക് എത്ര ഭൂരിപക്ഷം എന്നറിയോ? 32,000 സംതിങ്. അതായത് പകുതിയായിട്ട് കുറയുകയാണ് ചെയ്തത്. എന്നിട്ടും കോൺഗ്രസ് കള്ളം പ്രചരിപ്പിച്ചു. കോൺഗ്രസ് പറയുന്നത് ഇത്രയും സ്ഥലത്ത് ഞങ്ങൾ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചു, ഒരൊറ്റ നിയമസഭാ മണ്ഡലം വെച്ച് ഇവർ കള്ള വോട്ട് ചെയ്ത് തിരിച്ചു പിടിച്ചു എന്നാണ് പറയുന്നത്. അല്ല, അത് നുണയാണ് എന്ന് തെളിഞ്ഞു. ഇതിനെന്ത് മറുപടി ഉണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മറുപടി ഒന്നുമില്ല. കള്ളം പറഞ്ഞാലും മറുപടി വേണ്ടേ? അതിന് മറുപടി പറയുന്നില്ല. രണ്ടാമത്തത് പറഞ്ഞത് ഈ എന്താണ്, ഉത്തർപ്രദേശിലെ ഒരു വ്യക്തിയുടെ വോട്ട്, ഒരു കുടുംബത്തിന്റെ വോട്ട് എവിടെ ഉണ്ടായിരുന്നു? ഒന്ന് ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നു, ഒന്ന് ബോംബെയിൽ ഉണ്ടായിരുന്നു, അതേ വോട്ട് കർണാടകയിലും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. കൃത്യമായി അദ്ദേഹം മറുപടി നൽകി. അദ്ദേഹം മറുപടി നൽകിയത്, ഞാൻ ഉത്തർപ്രദേശിൽ ജനിച്ചു, അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബോംബെയിൽ ജീവിച്ചപ്പോൾ എന്റെ പേര് അവിടെ ചേർത്തു. ഞാൻ അവിടെ നിന്ന് കർണാടകയിലേക്ക് താമസം മാറി. ഒരു 20 വർഷത്തോളം കർണാടകയിലായിരുന്നു. അവിടെ എന്റെ വോട്ടർ പട്ടിക പേര് ഞാൻ അവിടെ വോട്ട് ചെയ്തു. ഈ ബോംബെയിലുള്ള വോട്ടർ പട്ടിക എന്റെ പേര് മാറ്റിയിരുന്നില്ല. അത് ഞാൻ അവിടെ പോയിട്ട് വോട്ടും ചെയ്തിട്ടില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. തിരിച്ച് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ പോയപ്പോൾ അവിടെ അദ്ദേഹത്തിന് വോട്ടർ പട്ടിക വന്നു. അദ്ദേഹം പക്ഷെ വോട്ട് ചെയ്തത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അദ്ദേഹം അതിന് മുമ്പുള്ള ഒരൊറ്റ തെരഞ്ഞെടുപ്പിലും വോട്ടും ചെയ്തിട്ടില്ല. മനസ്സിലാക്കണേ, അതിന് മുമ്പുള്ള ഒറ്റ തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശിൽ വോട്ട് ചെയ്തിട്ടില്ല അദ്ദേഹം. അപ്പം അതും പൊളിഞ്ഞു. അപ്പൊ അത് നീക്കം ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് വേറെ ആരെങ്കിലും പോയി വോട്ട് ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷെ അത്തരത്തിൽ വോട്ടില്ല. പിന്നെയുള്ളത് ഈ പറയുന്ന ഇവിടെ എവിടെ കർണാടകയിൽ ഒരു കുടുസുമുറിയിൽ 80ഓളം ആളുകൾ വോട്ട് ചേർത്തു എന്നാണ് പരാതി. അപ്പൊ അവിടെ പോയി നോക്കുമ്പോൾ ഇപ്പൊ റിപ്പോർട്ടറൊക്കെ പോയിട്ട് പരിശോധിച്ചിട്ടുണ്ട്. അതെ, ഇവിടെ ഒരു കുടുസുമുറി മാത്രമാണ്, ഇവിടെ ഒരാൾക്ക് മാത്രമേ താമസിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ 2 പേർക്ക് മാത്രമേ താമസിക്കാൻ കഴിയുള്ളൂ. ഇത് എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പുറകിലുള്ള കാര്യം ഇവരും പുറത്തു പറയുന്നില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആ കുടുസുമുറി എന്ന് പറയുന്നത് ഒരു സ്ഥലത്തേക്ക് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവരുന്ന ഒരു ഏജന്റിന്റെ പേരിലുള്ള കുടുസുമുറിയാണ്. അയാൾ അവിടെ ഓരോ മാസവും 2 മാസവും കൂടുമ്പോൾ ആളുകളെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അവർക്കെല്ലാം ഈ കൊണ്ടുവരുന്ന സമയത്ത് പുതിയ ആളുകൾ, അദ്ദേഹം ഏകദേശം 1000-ൽ പരം ആളുകളെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 1000-ൽ പരം. അതിൽ പുതിയതായി വരുന്ന ആളുകൾക്ക് അദ്ദേഹം തന്നെ നേരിട്ട് വോട്ടർ ID കാർഡ് എടുത്തു കൊടുക്കും. അവർ അവിടെ താമസിച്ച് അടുത്ത വർക്ക് കിട്ടുമ്പോൾ അടുത്ത വർക്കിലേക്ക് പോകും. ഇനി അതല്ലെങ്കിൽ അതർ സംസ്ഥാനങ്ങൾ, ചിലപ്പോൾ കേരളത്തിലേക്ക് വരും, ചിലപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകും. ഈ വോട്ടർ പട്ടിക കൊണ്ടാണ് ഇവർ നടക്കുക, അല്ലെങ്കിൽ ഈ വോട്ടർ ലിസ്റ്റ് കൊണ്ടാണ് ഇവർ നടക്കുക. ഇവരുടെ പേര് ഇവിടെ ഉണ്ടാവും. മേ ബി അവർ കേരളത്തിലേക്ക് വന്നാൽ ഇവിടുത്തെ CIT ഒക്കെ ഇടപെട്ട് ഇവിടെ വോട്ട് വാങ്ങി കൊടുക്കും. അപ്പോഴും ലോക്സഭയിൽ അവിടെ അവർക്ക് എന്തുണ്ടാവും? ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവും. പക്ഷെ അവർ വോട്ട് ചെയ്യുന്നില്ല. ഒരു വോട്ട് ചെയ്യുന്നില്ല. വോട്ട് ഒരു സ്ഥലത്തേ ചെയ്യുള്ളൂ. അതാണ് കാര്യം. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇത് തെറ്റാണ്. അതായത് ഈ സ്ഥലത്ത് ഇങ്ങനെ വോട്ട് ചേർക്കേണ്ടി വന്നതിലെ കാര്യം കൃത്യമായി അന്വേഷിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള സ്ഥലമായതുകൊണ്ട് ആ അഡ്രസ്സിലാണ് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഈ വോട്ട് ലിസ്റ്റ് ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇവർ ഈ പറയുന്ന ആ കെട്ടിടം നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ഇവർ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു അങ്ങനെ അവർ വോട്ട് ചെയ്തിട്ടില്ല. അത് കോൺഗ്രസിനോട് പറയുന്ന സമയത്ത് കോൺഗ്രസ് അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. അതായത് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ലേ പ്രശ്നം, വോട്ട് ലിസ്റ്റിൽ പേര് വന്നു എന്നുള്ളത് എങ്ങനെയാണ് പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കാര്യം ഇവിടുത്തെ ഇടതുപക്ഷത്തോടും കോൺഗ്രസിനോടും ചോദിക്കാറുണ്ട്. കേരളത്തിൽ ഇവിടെ വിവാഹം കഴിച്ചു പോയ ഒരു വ്യക്തിയുടെ പേര് ഇതേ തന്നെ ഭർത്താവിന്റെ വീട്ടിലും ഉണ്ട്. കേരളത്തിൽ ഇപ്പോഴും ആളുകളുണ്ട്. അതൊക്കെ എന്താ? CPM മനഃപൂർവ്വം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ചെയ്ത ഭീകരതാണ്. CPM കേരളത്തിൽ കള്ള വോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. കോൺഗ്രസും ചെയ്യുന്നുണ്ട്, അത്യാവശ്യം BJP ചെയ്യുന്നുണ്ടായിരിക്കും, മുസ്ലിം ലീഗും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിനൊക്കെയാണ് എടുത്ത് പൊക്കി പിടിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം പാർത്ഥൻ പറഞ്ഞതുപോലെ ആ നേരത്തെ മഹാദേവപുരത്തുള്ള ആ ഏജന്റ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനുമാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആരാണ്? ഞാൻ കോൺഗ്രസ് പാർട്ടിയാണ്. മനസ്സിലായില്ലേ? അതിന് കോൺഗ്രസിന് മിണ്ടാട്ടമില്ല. പിന്നെ കുറെ അധികം ആളുകളുടെ പേരിന്റെ സ്ഥാനത്ത് അക്ഷരങ്ങൾ അടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി നോട്ടീസ് അയച്ചു. ഇത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ളതല്ല എന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ളതല്ല. ഇതിന്റെ ഒറിജിനൽ, അതായത് രാഹുൽ ഗാന്ധി ഇത് എടുത്തിട്ടുണ്ടല്ലോ, ആ പിന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത ഒറിജിനൽ ഹാജരാക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അല്ല, വരുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി PR വർക്ക് ചെയ്യാം. അതെ, പക്ഷെ ആ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു
എന്തെങ്കിലും ഒരു ബോധം. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ ആൾക്കാർ പൊട്ടനാക്കി നിർത്തിയിരിക്കുക. സത്യമാണ്, ഇത് വലിയൊരു ഗെയിം കളിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു. അതിന്റെ പുറത്ത് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ സമരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആളുകൾക്ക് വിവരം ഉണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റ് അല്ലേ? നിങ്ങൾ ഒന്നുകിൽ പരാതി നൽകൂ, പരാതി നൽകുമ്പോൾ സത്യവാങ്മൂലവും തെളിവും തരണം. പറ്റില്ല, ശരി എങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ പോകൂ, ഞങ്ങൾക്ക് അതിന് നിയമ പോരാട്ടത്തിന് താല്പര്യമില്ല. ചേച്ചി, ഞാനിപ്പോ ചേച്ചിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പൊ നിങ്ങൾ ശരി എങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക, അല്ല നീക്കെതിരെ തെളിയിക്ക്. അതില്ല, അതെ തെളിയിക്ക് ഇല്ല. പക്ഷെ എന്നാ നീ അതിന്റെ തെളിവുതാ, ഇല്ല തെളിവില്ല. അപ്പം ആദ്യം 2 വർഷം ക്ഷമിക്കും, പിന്നെ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കും അല്ലെ, വ്യാജ ആരോപണം ഉന്നയിക്കുന്നു പറഞ്ഞു. അതിന്റെ ആദ്യ പടി കമ്മീഷൻ തുടങ്ങി. കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് തീർത്തും സഹതാപമാണ് തോന്നുന്നത്. അതെ, ഈ കമ്മീഷൻ കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് പിന്നെ നോട്ടീസ് കൊടുത്തു, ഇത്രാം തീയതിക്കകം മറുപടി കൊടുക്കണം. അപ്പൊ രാഹുൽ ഗാന്ധി എന്നെ ഭയപ്പെടുത്തി നിർത്താനൊന്നും നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾ ഇനിയും പറയും, എന്റെ ഇത് കോടതിയൊന്നും അല്ല, എന്റേത് ഭരണഘടനയാണ്. എന്റെ രാഹുൽ ഗാന്ധിയുടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഈ പറയുന്ന തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ, തെളിവ് കൃത്യമായി പൊതുജന സമക്ഷം വെച്ചാൽ, ഈ പറയുന്ന ഇതിൽ വെച്ചതല്ല, ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള തെളിവ്, ഇത് ഭരണഘടന എന്താണ് നമുക്ക് ഉറപ്പു തരുന്ന അവകാശമായിട്ടുള്ള പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ആ ഒറിജിനൽ കോപ്പി ഈ പറയുന്ന കോടതിയിലും പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് അതിന്റെ കൃത്യമായ ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ അവിടെ. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെല്ലുവിളിച്ചു, ഇത്തരത്തിലൊരു കോപ്പി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇല്ല, എവിടെ നിന്ന് ആര് കൊടുത്തു, ആര് ഇത്തരം ഫേക്ക് ഉണ്ടാക്കി. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ശ്രീജിത്ത് പണിക്കരെ അപഹസിക്കാൻ വേണ്ടി കുറെ സൈബർ സുഡാപ്പികളെല്ലാം ചേർന്നുകൊണ്ട് ശ്രീജിത്ത് പണിക്കരുടെ ഫോട്ടോയും അതിന്റെ നേരത്തായ പിന്നെ എന്താണ് പേര് നെയിം പിന്നെ 15,000, ഫാദറിന്റെ പേര് 20,000 എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ഷൻ ID കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടാൽ ഒറിജിനൽ ആണ്, ഒറിജിനൽ ID കാർഡ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇവർ ഫേക്ക് ഉണ്ടാക്കിയതാണ് എന്ന് കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തരാം എന്നും കൃത്യമായി പറഞ്ഞു. പക്ഷെ കോടതിയിൽ പോകുന്നില്ല, തെളിവ് കൊടുക്കുന്നില്ല. ഇനി അതുമല്ല, ഈ പറയുന്ന മഹാദേവപുരയിലെ കാര്യം പൊളിഞ്ഞു, കള്ളം പറഞ്ഞു. എവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് പിന്നെ ഈ 6 സ്ഥലത്തും ജയിച്ചത് കോൺഗ്രസ് ആണ്, ഒരു സ്ഥലത്തും ഒറ്റ നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് കൊണ്ട് മാത്രം BJP ജയിച്ചു എന്ന് പറഞ്ഞതും പൊളിഞ്ഞു. അവിടെ കാലങ്ങളായി ഭരിക്കുന്നതും BJP ആണ്. അവിടെ 3 സ്ഥലത്താണ് കോൺഗ്രസ് മുന്നിലെത്തിയത്, 4 സ്ഥലത്ത് BJP മുന്നിലെത്തി. ഇതാണ് സാഹചര്യം ഉണ്ടായത്, അതും കള്ളമാണെന്ന് പൊളിഞ്ഞു. മറ്റേ ഉത്തർപ്രദേശിലെ ഒരാളുടെ പേരിൽ പറഞ്ഞു, അയാൾ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇതൊക്കെ ഉണ്ടായിട്ടും ഇവർ കിടന്ന് ബഹളം വെക്കുകയാണ്. ഏറ്റവും അവസാനം ഒന്നും കൂടി പറയാം, തൃശ്ശൂരിൽ ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചത് കള്ള വോട്ട് ചെയ്തിട്ടാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ലിസ്റ്റും എടുത്ത് പരിശോധിക്കണം, എവിടെയൊക്കെ കള്ള വോട്ട് ഉണ്ട് നമുക്കറിയാലോ. തൃശ്ശൂർ പൂങ്കുന്നത്ത് ഫ്ലാറ്റ് പിന്നെ എന്താണ് ഫ്ലാറ്റിനോട് ചേർന്നുകൊണ്ട് കള്ള വോട്ട് ചേർത്തു എന്നാണ് പറയുന്നത്. ഈ പൂങ്കുന്നത്ത് കള്ള വോട്ട് ചേർത്തത് ആരാ, BJP-ക്കാരാണോ എന്നൊരു ചോദ്യമുണ്ട്. അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. 2, തൃശ്ശൂർ പൂങ്കുന്നം എന്ന് പറയുന്നത് CPI-യുടെയും ഇടതുപക്ഷത്തിന്റെയും എന്നാണ് പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടുത്തെ വാർഡ് കൗൺസിലർ ഉണ്ടല്ലോ, ഇയാൾ ഉണ്ടല്ലോ, ഈ വാർഡ് കൗൺസിലർ ഏത് പാർട്ടിയാണ് അന്വേഷിക്കണ്ടേ? ഒന്ന് അന്വേഷിക്കണം. 2, അവിടെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിന്ന ഉദ്യോഗസ്ഥരാണെന്നറിയോ, NGO യൂണിയന്റെയും അതുപോലെ തന്നെ ഈ പിന്നെ എന്താണ് ജോയിന്റ് കൗൺസിൽ എന്ന് പറയുന്ന CPI-യുടെ ഉദ്യോഗസ്ഥരുടെ സംഘടനയുണ്ട്. ആ സംഘടനയിലെ നേതാക്കന്മാരും അതിലെ ആളുകളുമാണ്. ഇവർ മനഃപൂർവ്വം എന്ത് ചെയ്തു, BJP-ക്ക് വേണ്ടി വോട്ട് പിടിച്ചു കൊടുത്തു എന്നാണോ അവർ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ചോദിക്കേണ്ടത് അവരോട് തന്നെയാണ്. ഇത്തരത്തിൽ തെളിവുകളൊന്നും കൈമാറാൻ തയ്യാറാവാതെ, നിയമ നടപടിക്ക് പോകാൻ തയ്യാറാവാതെ, വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുക, അതിന്റെ പേരിൽ സമരങ്ങൾ ചെയ്യുക, ഞങ്ങൾ അതാണ് ഞങ്ങൾ ഇതാണ് എന്ന് പറയുക, ഇത് ഒരു ഫ്രോഡ് പരിപാടിയാണ്. അവസാനിപ്പിച്ച് പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയ ഒക്കെ കൃത്യമായിട്ടുള്ള കാലമാണ് എന്ന് മാത്രം ഇവർ മനസ്സിലാക്കിയാൽ മതി.